ഹലോ, ട്വിൻ ഫ്ലെയിം കണക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചക്രയാണ് ഹാർട്ട് ചക്ര. നമ്മുടെ മൈൻഡുമായിട്ട് കമ്പയർ ചെയ്യുന്ന നമ്മുടെ ശരീരാവയവം ബ്രെയിൻ ആണല്ലേ. നമ്മുടെ ചിന്തകളുടെയൊക്കെ കേന്ദ്രം അവിടെയാണ്. അതുപോലെ സോളുമായിട്ട് കമ്പയർ ചെയ്യുന്ന നമ്മുടെ ശരീരാവയവമാണ് നമ്മുടെ ഹാർട്ട്. ട്വിൻ ഫ്ലെയിംസ് തമ്മിൽ സോൾ ടു സോൾ കണക്ഷൻ ആണല്ലേ. ഇപ്പോൾ നമുക്ക് പറയാം അവർ തമ്മിൽ ഹാർട്ട് ടു ഹാർട്ട് കണക്ഷൻ ആണെന്ന്. നമ്മുടെ ഹാർട്ട് ഇരിക്കുന്ന ആ നെഞ്ചിൻ്റെ സ്ഥാനത്താണ് ഹാർട്ട് ചക്ര സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ സൂചിപ്പിക്കുന്ന കളർ ഗ്രീൻ ആണ്. ഇനി ഈ ചക്ര ബ്ലോക്ക്ഡ് ആണെങ്കിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എപ്പോഴും അസൂയ, മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള കഴിവില്ലായ്മ, ഹെൽത്തി റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു കഴിവില്ലായ്മ, അതുപോലെ നമ്മുടെ നെഞ്ചിൽ എപ്പോഴും ഒരു മുറുക്കം ഫീൽ ചെയ്യുന്ന അവസ്ഥ, രക്തയോട്ടം കുറവായിരിക്കുന്ന അവസ്ഥ, മറ്റുള്ളവരെ വിശ്വസിക്കാനുള്ള ഒരു പ്രയാസം, ഡിപ്രഷൻ മൂഡ്, നമുക്കുണ്ടാകുന്ന എമ്പതറ്റിക് ആയിട്ടുള്ള ഇമോഷൻസ് ലൈക്ക് സ്നേഹം, കരുണ, ദയ, ഇതൊക്കെ ഉള്ളിലുണ്ടെങ്കിലും മറ്റുള്ളവരോട് പ്രകടിപ്പിക്കാതിരിക്കുന്ന അവസ്ഥ ചിലർക്കൊക്കെ അങ്ങനെയല്ലേ. അത് അവരുടെ ഹാർട്ട് ചക്ര ബ്ലോക്ക്ഡ് ആയതുകൊണ്ടാണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ വന്നോളൂ, നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. മെഡിറ്റേഷൻ പോസിൽ നിവർന്നിരിക്കുക. നിങ്ങളുടെ വലത് കൈയിലെ വിരലുകൾ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഹാർട്ടിന് മുകളിൽ ഇങ്ങനെ ചേർത്ത് വെക്കുക. ഇടത് കൈയിലെ വിരലുകൾ ഇതുപോലെ സെറ്റ് ചെയ്ത് നിങ്ങളുടെ ഇടത്തെ കാൽമുട്ടിന് മുകളിൽ വെക്കുക. സാധാരണ മെഡിറ്റേഷൻ പോസിൽ നമ്മൾ വെക്കില്ലേ, അതുപോലെ വെക്കുക. Then close your eyes, deep breathe in and out 3 or 4 times. നിങ്ങളുടെ ഹാർട്ട് ചക്രയുടെ സ്ഥാനത്തേക്ക് മൈൻഡ് ഫോക്കസ് ചെയ്യുക. ഇമാജിൻ ചെയ്യുക ഹാർട്ട് ചക്ര പതുക്കെ പതുക്കെ കറങ്ങാൻ തുടങ്ങുകയാണ്. ഗ്രീൻ ലൈറ്റ് കൂടി വരുന്നു, ബോഡി മുഴുവൻ വ്യാപിക്കുന്നു. ഇമാജിൻ ചെയ്യുന്നതിനോടൊപ്പം മന്ത്രവും നിങ്ങൾ ചൊല്ലണം. യം എന്ന മന്ത്രമാണ് ഇവിടെ ചൊല്ലേണ്ടത്. യം. മെഡിറ്റേഷൻ ടൈം നിങ്ങളുടെ ചോയ്സാണ്. ദെൻ ഹാർട്ട് ചക്ര ബ്ലോക്കേജ് മാറ്റാൻ നമുക്ക് പുറമേ എന്തൊക്കെ ചെയ്യാം നോക്കാം. നിങ്ങൾ എന്നും പ്രകൃതിയിൽ കുറച്ച് സമയമൊക്കെ ചിലവഴിക്കണം കേട്ടോ. ഗ്രീൻ കളറിലുള്ള ലീഫി വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. നിങ്ങൾ സംസാരിക്കാനും സ്നേഹിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവരോട് സമയം ചിലവഴിക്കാം. എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുന്നത്, ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ശീലമാക്കാം. അതുപോലെ ബ്രീത്തിങ് എക്സർസൈസ് ഒക്കെ ചെയ്യുന്നത് വഴി ഹാർട്ട് ചക്ര ഓപ്പൺ ആകുന്നുണ്ട്. പിന്നെ യോഗ പോസസ്, ക്യാമൽ പോസ്, ഫിഷ് പോസ് തുടങ്ങിയ ടൈപ്പൊക്കെ ചെയ്ത് നോക്കാം. അതിത്രേ ഉള്ളൂ. ഇനി ഹാർട്ട് ചക്ര അൺബ്ലോക്ക് ആയോ ഇല്ലയോ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? നമ്മൾക്ക് മറ്റുള്ളവരോട് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം തോന്നും. അതായത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയുള്ള ഒരു സ്നേഹം. അത് മാത്രമല്ല എമ്പതറ്റിക് ആയിട്ടുള്ള എല്ലാ ഇമോഷൻസും തോന്നും മറ്റുള്ളവരോട്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ഡീപ്പായിട്ടുള്ള സന്തോഷവും സമാധാനവും ഒക്കെ ഇങ്ങനെ ഫീൽ ചെയ്യും എപ്പോഴും. അതുപോലെ മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ അവരെ നന്നായിട്ട് ആശ്വസിപ്പിക്കാനുള്ള ഒരു കഴിവ് തന്നെ ഉണ്ടാകുന്നു നിങ്ങൾക്ക്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.